ഹലോ എവരി വൺ, ഞാനിപ്പോൾ ദുബായിലേക്ക് പോവുകയാണ്. ദുബായിൽ അവിടെ ഒരു പരിപാടിയുണ്ട്. ദുബായിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഷംഖയിൽ നിന്ന് ആ ഒരു ദുബായിലെ നമ്മുടെ ആ ഒരു ഹോട്ടലിലേക്ക് ഏകദേശം 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട്. അങ്ങനെ ഞാനിവിടെ ദുബായിലെ ബുർജുമാനിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. റൂട്ട് റെക്കോർഡ്സ് എന്ന ചാനലിലൂടെ യാത്രകളുടെ വൈവിധ്യമായ കാഴ്ചകളും വിശേഷങ്ങളും യാത്രാനുഭവങ്ങളും നമുക്ക് മുമ്പിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് അഷ്റഫ് എക്സൽ അല്ലെങ്കിൽ അഷ്റഫിക്ക. അഷ്റഫിക്കാനെ സ്നേഹിക്കുന്ന നമ്മുടെ UAE പ്രവാസികളോടൊപ്പം കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതൊക്കെയാണ് ഈ ഒരു UAE മീറ്റപ്പ് എന്ന പ്രോഗ്രാമിലെ കൂടി ഉദ്ദേശിക്കുന്നത്. അതുപോരാതെ അഷ്റഫിക്കാൻ്റെ അടുത്ത് നമുക്ക് നേരിട്ട് സംസാരിക്കാം, നേരിട്ട് അഭിപ്രായങ്ങൾ പറയാം അദ്ദേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ ചെറിയൊരു നേരം പോക്കും കൂടിയാണ് ഈ ഒരു UAE മീറ്റപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ആകെപ്പാടെ എല്ലാവർക്കും ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നതെന്ന് അറിയാം. അതിനകത്ത് ഒരുപാട് പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഓരോന്നും എത്തിയിരിക്കുന്നത്. അപ്പം അതിന് വലിയൊരു താങ്ക്സ്. ഇത് നമ്മളൊരു ഫോർമൽ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ കാഷ്വലാണ്. നമുക്ക് ഫോർമലി ഉള്ള ഒരു പരിപാടികളും അറിയത്തില്ല. എല്ലാം കാഷ്വൽ ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വാഷ് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി ചെയ്യാൻ ശ്രമിക്കണ്ട. ക്യാമറയിലൊക്കെ ഭയങ്കര പൊടിയാണെങ്കിലും ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ പറയാൻ വലിയ മടിയാണ്. വെറുതെ വേണ്ടാണ് എന്റെ മടി. ഇവരെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് മടിക്കേണ്ട ആവശ്യമില്ല. മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ എല്ലാവരുടെയും സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മുടെ ഷമീർ തോപ്പിൽ, നമുക്കറിയാം പല യാത്രകളൊക്കെ നടത്തി നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഷമീറിൻ്റെ. അപ്പോൾ അദ്ദേഹം മൈക്കായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അബുദാബിയിൽ ഇപ്പോൾ ഏകദേശം 12 വർഷമായി. പല ഫീൽഡിലും ജോലി ചെയ്തിട്ടുണ്ട്. അബുദാബി ടാക്സിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്നൊക്കെ റിസൈൻ ചെയ്ത അവസാനം ഇപ്പൊ യൂട്യൂബായിട്ട് കറിയെടുക്കാണ്, ട്രാവൽ ബ്ലോഗുമായിട്ട്. റിസ്ക് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മാറി മാറി എല്ലാവരും സ്വയം പരിചയപ്പെടുത്തലും അതേപോലെ തന്നെ അഷ്റഫ് ഖാന്റെ വീഡിയോസ് കണ്ടു തൊട്ട കാര്യങ്ങളും ഒക്കെ പറയുമായിരുന്നു. നമ്മുടെ UAE മീറ്റപ്പിൽ പങ്കെടുക്കാൻ ഒരു വിശിഷ്ട അതിഥി, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, സഫാരി ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഭൂട്ടാൻ്റെ ഹാപ്പി ലാൻഡ് എന്ന ഒരു ബുക്ക് എഴുതിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതുവരെ ഞാൻ ഒരുപാട് യാത്രകളൊന്നുമില്ലല്ലോ, പക്ഷെ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും നന്നായി ഏറ്റവും ആസ്വദിച്ച ട്രിപ്പ് ഏതാണ് ടോട്ടലി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇത് പറയാൻ കഴിഞ്ഞത് ഭൂട്ടാൻ തന്നെയാണ്. അപ്പോ ഞാൻ പോകുന്നതിന് മുമ്പ് കുറെ മുമ്പാണല്ലേ, ഏത് വർഷം 17 ഭൂട്ടാനിൽ പോയി 11 ദിവസം ഭൂട്ടാനിൽ യാത്ര ചെയ്ത് ഭൂട്ടാന്റെ ചരിത്രവും കംപ്ലീറ്റ് സംസ്കാരവും ഭക്ഷണ രീതികളും അവിടുത്തെ എന്താ പറയാ ആകർഷണമായ സ്ഥലങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല ലേഖനത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എന്റെ ജോലിയുടെ ഭാഗമായിട്ടായാലും ഇപ്പൊ തന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ നേരിട്ട് ഈ പരിപാടിയിൽ എത്തണം എന്നുള്ളത് കൊണ്ട് മാത്രം ഉറക്കമൊഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുക. കാരണം ഈ ഇദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. അതിനുശേഷം സ്റ്റേജിലേക്ക് വന്നത് നമ്മുടെ ദുബായിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് ലഭിച്ച ഇക്കയാണ്. ഇക്കയെ ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമ്മൾ അഷ്റഫിക്ക പരിചയപ്പെടുത്തി. കൂടാതെ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതും അദ്ദേഹം എങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്തതും സംഭവങ്ങളൊക്കെ. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂട്ട് റെക്കോർഡ്സ് അഷ്റഫിക്കാൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്തതായിട്ട് എല്ലാവരും അതെന്തായാലും കാണണം. അതിനുശേഷം പല ആളുകളും സ്റ്റേജിലേക്ക് വന്നു, പല അഭിപ്രായങ്ങളും അതേപോലെ തന്നെ അഷ്റഫിക്കാൻ്റെ അടുത്ത് ചോദിക്കാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അതിനൊക്കെ ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒരു പ്രോഗ്രാമൊക്കെ നടന്നു. അതിൽ നിരവധി പേർക്ക് സമ്മാനം കിട്ടി. ആ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഞാനും പറഞ്ഞു. അങ്ങനെ എനിക്കും കിട്ടിയ അവിടുന്ന് ഒരു സമ്മാനം. പിന്നെ എനിക്ക് അഷ്റഫിക്കാൻ്റെ അടുത്തൊരു കാര്യം ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് അവിടെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ അഷ്റഫ് ഖാൻ്റെ അടുത്ത് ചോദിച്ചു. ആ ഒരു പരിപാടിക്ക് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഈ ഒരു UAE മീറ്റപ്പിൽ പറ്റുന്ന എല്ലാവർക്കും ഇവിടെ ഫുഡും സംഭവങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കേൾക്കുന്നത് ഞാൻ ഇവിടുത്തെ കോൺടെസ്റ്റിൽ വിന്നറായി എന്നുള്ളതാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ UAE മീറ്റപ്പ് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്, ബീസ് ഓൺ ബിസിനസ് സർവീസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോൺടെസ്റ്റിൽ ഞാൻ വിന്നായി എന്നുള്ള ആ ഒരു ഹാപ്പി ന്യൂസാണ് പിന്നെ ഞാൻ കേൾക്കുന്നത്. ആ ഒരു പുറത്ത് പോയിട്ട് ഹാളിലേക്ക് വരുമ്പോൾ ശരിക്കും വണ്ടറടിച്ചു. കാരണം നമ്മളിതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. അങ്ങനെ അഷ്റഫ് ഖാൻ്റെ ഈ ഒരു UAE മീറ്റപ്പിൽ വന്നിട്ട് നമ്മൾ ബീസ് ഓൺ ബിസിനസ് സർവീസസ് അവരുടെ കയ്യിൽ നിന്ന് ആക്ച്വലി 2ാം തവണയാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് മേടിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. ഈ ഒരു UAE മീറ്റപ്പ് എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് ആളുകളോട് കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും സാധിച്ചു. അതേപോലെ തന്നെ ഈ ഒരു നടക്കുന്ന, അതായത് ഈ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സമയത്ത് റിയൽ ഹാപ്പിനെസ്, നമ്മളെല്ലാം മറന്നൊന്ന് സന്തോഷിക്കാനും ഒന്ന് എന്താ പറയുക മനസ്സ് തുറന്ന് സംസാരിക്കാനും കിട്ടിയ ആ ഒരു നിമിഷങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ ഒരു മീറ്റപ്പും ഇതിലെ കൂടി നമ്മൾ പരിചയപ്പെട്ട ആളുകളും ആ ഓരോ നിമിഷങ്ങളും പിന്നെ പലരുടെയും കൂടെ എടുത്ത ആ ഒരു സെൽഫീസ്. അങ്ങനെ വീണ്ടും ഇന്ന് നമ്മുടെ അഷ്റഫ് ഖാൻ്റെ UAE മീറ്റപ്പ് പ്രോഗ്രാമിന് വന്നു ദുബായിൽ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി 9:30 ഇപ്പോഴും ഓരോരുത്തരും ഇതേ അഷ്റഫ് ഖാനെ കണ്ട് സംസാരിച്ചിട്ട് മതിയാവണില്ല. ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഞാനും പോവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് ആ ഒരു മീറ്റപ്പിൽ കിട്ടിയ ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്കത് ഓപ്പൺ ചെയ്യണം. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് പാക്ക്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ബീസ് ഓൺ ബിസിനസ് സർവീസിന്റെ ഗിഫ്റ്റാണ്. ഇതും ബീസ് ഓൺ ബിസിനസ് സർവീസിന്റെ ഗിഫ്റ്റ് തന്നെയാണ്, മലബാർ ഗോൾഡിന്റെ ഒരു കിറ്റില്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സാധനം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. സംഭവം കണ്ടോ, പെർഫ്യൂമാണ് ഇത്. നമുക്ക് റൂമിന്റെ ഉള്ളിൽ തീരെ വെളിച്ചില്ല. ട്യൂബ് ലൈറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല ക്യാമറയിൽ കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ പുറത്തിങ്ങനെ വെയിലത്ത് വന്നിരുന്നിന്. ലോ കാസറ്റിന്റെ ഒരു പെർഫ്യൂം നോക്കാം, അടിച്ചു നോക്കാം. നല്ല മണമുണ്ട്. നെക്സ്റ്റ് നമുക്കിതേ മലബാർ ഗോൾഡൻ ഡയമണ്ടിന്റെ ഒരു സംഭവമാണ്. അവൾ ഓൾറെഡി അവിടുന്ന് അനൗൺസ് ചെയ്തതാണ് നമുക്ക് ഗോൾഡ് കോയിൻ ആണെന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പൗച്ചിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗോൾഡ് കോയിൻ. അപ്പൊ ഈ ഒരു ഗോൾഡ് കോയിൻ നമുക്ക് സംഭവം ഒന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല അടിപൊളി പൗച്ച്. 1 ഗ്രാമിന്റെ കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് 1 ഗ്രാം എന്നും പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ മലബാർ ഗോൾഡിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. നമുക്കിത് ഇന്ന് ലൈഫിലൊരു സുവനീറായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി 3ാമത്തെ ഗോൾഡ് കോയിന്. എനിക്ക് ഇതിനു മുമ്പ് 2 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഓരോ ടൂർസ് ആൻഡ് ട്രാവൽ ഏജൻസിന്റെ അവരുടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നറുക്കിട്ടെടുത്തിട്ട് ഇത് നറുക്കെടുപ്പ് തന്നെയായിരുന്നു കോൺടെസ്റ്റില്. സംഭവം എന്തായാലും പൊളിച്ചു കിട്ടാ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.